ഹലോ കൂട്ടുകാരെ, അപ്പോൾ വേറൊരു മാജിക്കൽ ദിവസത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡേ 3 ആണ് ചെയ്യണത്. എൻ്റെ ഫേവറേറ്റ് ചാപ്റ്ററാണത്. കാരണം വി ആർ ഗോൺ വർക്ക് ഓൺ റിലേഷൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ദിവസത്തെ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കമൻറ്റ്സ് വളരെ ചുരുക്കം പേരെ ഇടുന്നുള്ളൂ, ചെയ്തോ ഇല്ലയോ എന്ന് എന്താണെന്ന്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണത് നിങ്ങൾക്ക് തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ പ്ലീസ് കോമൻറ്റ്. ഓക്കെ, നിങ്ങളത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ഇതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ട് അത് പോവാന്നുള്ളതല്ല, നമ്മൾ അതിൻ്റെ പ്രാക്ടീസസും കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു പെയ്ഡ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് അതിലത്തെ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡ്രൈവിംഗ് ഞാൻ തിയറിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? സ്റ്റിയറിങ് ഇതാണ്, ക്ലച്ച് ബ്രേക്ക് പ്രസ് ചെയ്താൽ മതി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് ആരെങ്കിലും തിയറിയിൽ പഠിപ്പിച്ചു തരുമോ? ഇല്ലല്ലോ. അതേപോലെ ഇത് തിയറി അല്ല, ഇത് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടെക്നിക്സും നിങ്ങൾ ഒരു ജേർണൽ എടുത്തിട്ട് എഴുതുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. അതിൻ്റെ റീസണും ഓക്കെ അത് എഴുതുക, 10 എഴുതുക. ഓരോ സെൻറ്റൻസും വായിച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസണിലേക്ക് കിടക്കാം, അതായത് മാജിക്കൽ റിലേഷൻസ്. ഓക്കെ, നമ്മൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുക നമുക്ക് നല്ലോണം സമ്പത്തുണ്ട്, ഓക്കെ, നമ്മുടെ ആരോഗ്യം നല്ലതാണ്, നമ്മൾ ട്രാവലിങ്ങിന് പോകണു, നമ്മളെല്ലാ കാര്യങ്ങളും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ചുറ്റും ആരുമില്ല. ഓക്കെ, അതായത് നമ്മുടെ ക്ലോസ്ഡ് വൺസ്, ലവ്ഡ് വൺസ്, ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ആരുമില്ല. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം? ആലോചിക്കാൻ തന്നെ വയ്യ അല്ലേ? ഭയങ്കര ഭയാനകമായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക്, ഓക്കെ, അവിടെ പോയിട്ട് സ്ഥലങ്ങൾ കാണുന്നതും ഒറ്റയ്ക്ക്, ഭക്ഷണം കഴിക്കുന്നതും ഒറ്റയ്ക്ക്. ഒന്ന് ആലോചിച്ചു അങ്ങനത്തെ ഒരു ജീവിതം, എന്തൊരു ആരോടും സംസാരിക്കാനില്ലെങ്കിൽ. അപ്പം എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഓക്കെ, നമുക്ക് കുറച്ച് പേരെങ്കിലും ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സംസാരിക്കാനും തമാശ പറയാനും ഒക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 പേരെങ്കിലും വേണം അല്ലേ? നമുക്കൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാനോ, എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനോ, എന്തെങ്കിലും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഷെയർ ചെയ്യാനോ അല്ലേ? അപ്പോൾ റിലേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എത്രത്തോളം നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നു, എത്രത്തോളം നമ്മുടെ സമ്പത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കുന്നു, അതേപോലെ നമ്മുടെ റിലേഷൻസും ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സഫർ ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ റിലേഷൻ മാനേജ്മെൻറ്റിലാണ് അല്ലേ? എസ്പെഷ്യലി പേരൻസ് ആയിട്ടുള്ള റിലേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള റിലേഷൻ, കുട്ടികളായിട്ടുള്ള റിലേഷൻ അല്ലേ, കലീഗ്സ് ആയിട്ടുള്ള റിലേഷൻ, ഇതെല്ലാം ഭയങ്കര ടെൻഷനും സ്ട്രെസ് ഫിൽഡുമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാനും പറ്റില്ല, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പലരിലും കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ചാപ്റ്ററാണ്. കാരണം റിലേഷൻസ് നന്നാവുകയാണെങ്കിൽ നമുക്ക് ഏത് എന്താ പറയുക ദുഃഖകരമായ സാഹചര്യവും നമുക്ക് മറികടക്കാൻ പറ്റും അല്ലേ? ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുവാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് കട്ട സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യമാണ് അല്ലേ അത് അതിജീവിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻസിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ജോലിയിൽ എത്ര തിരക്കാണെങ്കിലും അവരെ ഒന്ന് കണക്ട് ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക സമയം. ഓക്കെ, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, നമ്മുടെ ബന്ധങ്ങൾ. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ റിലേഷൻസ് എത്ര നല്ല നല്ല റിലേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള റിലേഷൻ നിങ്ങൾക്ക് സ്ട്രെയിൻഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മുടെ ജീവിതത്തിൽ പുരോഗമനവും പ്രോഗ്രസ്സും വേണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി സമ്പത്തിൻ്റെ രീതിയിലോ ജോലിയുടെ കാര്യത്തിലോ നമുക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം. ഓക്കെ, അത് ചെറുപ്പകാലത്തിൽ നിങ്ങളുടെ എന്ത് വഴക്കിട്ടിട്ടോ എത്രയോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയുള്ള ആൾക്കാരായിക്കോട്ടെ, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കുറേ ത്യാഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി കുറേ ചെയ്തവരുമാണ്. അപ്പോൾ അവർ ചെയ്ത ഏതോ ഒരു ഇൻസ്റ്റൻസിനെ പറ്റി പറഞ്ഞ് നിങ്ങളുടെ ഒരു ബിറ്റർനെസ്, ഓക്കെ, നിങ്ങളുടെ മനസ്സിലൊരു ദേഷ്യം, ഒരു വല്ലായ്മയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പുറത്ത് മറന്ന് അവരോട് താങ്ക് യു പറയേണ്ട സമയമാണത്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്സിൽ നോട്ടീസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ
അച്ഛനുമായിട്ടുള്ള അതേ റിലേഷൻ ആയിരിക്കും യൂഷ്വലി നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തായിട്ടുള്ള റിലേഷൻ. ഓക്കെ, അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഭയങ്കര പേടിയാണ്. അതേ ക്വാളിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ഹസ്ബൻഡിൽ നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ഫെമിനിൻ എനർജി, നിങ്ങളുടെ മാതാവിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ മിക്കതും 60% ക്വാളിറ്റീസ് നിങ്ങളുടെ വൈഫിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൽ പ്രതിബിംബിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേരൻസിൻ്റെ ക്വാളിറ്റീസ് ആയിരിക്കും. അത് നിങ്ങൾ ഒന്ന് നോട്ട് ഔട്ട് ചെയ്യുക. ബേബി ഭയങ്കര വിസിബിൾ ആയിരിക്കില്ല, പക്ഷേ അണ്ടർലൈങ് ഇമോഷൻസ്, ഓക്കെ, ചില പേഴ്സണാലിറ്റി നേച്ചർ ട്രേറ്റ്സ്, ഓക്കെ. അപ്പോൾ അതേ ഒരു റിപ്പറ്റേഷൻ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻസിൽ സംഭവിക്കുക. അത് കാരണമാണ് ഞാൻ പറയുന്നത്, എല്ലാ ഏരിയാസിലും, നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻസിലും ഒക്കെ നിങ്ങൾക്ക് ഒരു സമാധാനപരമായ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളായിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, ഇനിയിപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി എങ്കിൽ കൂടെ നിങ്ങളുടെ മനസ്സിൽ അവരോട് താങ്ക് യു പറയുക, ഒരു സോറി പറയുക. ഓക്കെ, ഇത്രയും കാലം വെറുപ്പും ദേഷ്യവും ഒക്കെ മനസ്സിൽ വെച്ച് നടന്നതുകൊണ്ട് അവരെത്രത്തോളം ക്രൂരമായിട്ട് നിങ്ങളുടെ ബിഹേവ് ചെയ്തിട്ടുണ്ട്, അത് അവരുടെ സാഹചര്യങ്ങളായിരിക്കാം, നമുക്കറിയില്ല. ആരും പേർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. അല്ലെങ്കിൽ അവരവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ട്രേറ്റ്സ് ആയിരിക്കും, അതേ പേരൻറ്റിങ് ബിഹേവിയർ ആയിരിക്കും നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ പേരൻറ്റ്സ് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കണം അതേപോലെ ആയിരിക്കും നിങ്ങളുടെ കുട്ടികളോട് ഓക്കെ, മോർ ദാൻ 50% ഓഫ് ദ പേരൻറ്റ്സ് അങ്ങനെ ആയിരിക്കും അവരുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയുമായിരിക്കും എന്നെ വളർത്തിയ പോലെ ഒരിക്കലും ഞാൻ അവരെ വളർത്തില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളറിയാതെ അത് പാസ് ഓൺ ചെയ്യും. അപ്പോൾ എല്ലാ റിലേഷൻസ്, എല്ലാ ജനറേഷൻസിലത്തെയും റിലേഷൻസ് മനോഹരമാവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പേരൻസായിട്ടുള്ള റിലേഷൻസ് ഹീൽ ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ അത് പറ്റുള്ളൂ. ഓക്കെ, സോറി പറയുക, നന്ദി പറയുക, എന്തായാലും നിങ്ങളെ വളർത്തിയതല്ലേ അല്ലേ. അപ്പോൾ അതെല്ലാം പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഇതായിരുന്നു എൻ്റെ യൂഷ്വലി കൗൺസിലിങ്ങിന് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒഫീഷ്യലി ചാപ്റ്ററിലേക്ക് കിടക്കാം, മാജിക്കൽ റിലേഷൻസ്. ഓക്കെ, ഇത് നല്ല ഒരു ടെക്നിക്കാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. Imagine if you were the only person on earth, you would have no desire to do anything. What could be the point in creating a painting if no one else could see it? What could be the point in composing a music if no one could hear it? Okay, there would be no pleasure or joy in our life. നമുക്ക് ഷെയർ ചെയ്യാൻ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കി കുക്ക് ചെയ്തു, ഒറ്റയ്ക്ക് കഴിച്ചാൽ അത്രയും സന്തോഷം കിട്ടുമോ? നമ്മളെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ടിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യും അല്ലേ, ഞാൻ ഇന്ന് അടിപൊളിയായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതൊക്കെ എന്തൊരു സന്തോഷത്തിൻ്റെ മൊമെൻറ്റ്സാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആരുമില്ല ഒന്നും ഷെയർ ചെയ്യാൻ, ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഒരു ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണത് അല്ലേ. അപ്പം ഇറ്റ്സ് യുവർ കോൺടാക്ട് ആൻഡ് എക്സ്പീരിയൻസസ് വിത്ത് അതർ പീപ്പിൾ ദാറ്റ് ഗിവ് യുവർ ലൈഫ് ജോയ്, മീനിങ് ആൻഡ് പർപ്പസ്. ബിക്കോസ് ഓഫ് ദാറ്റ് യുവർ relationships affect your life more than anything else. To receive the life of your dreams, it's vital that you understand how your relationships affect your life now and how they are the most powerful channels for gratitude to start magically changing your life. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്ത് ഡ്രീം അച്ചീവ് ചെയ്യാനും ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്സ് കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. Science is now confirming the wisdom of great sages of the past, with research studies showing that people who practice gratitude have closer relationships, are more connected to family and friends, and have other people look upon them favorably. But probably the most astounding statistic that one has come out of research studies is that for every one complaint about another person, whether in thought or word, there have to be 10 blessings for the relationship to flourish. Any less than 10 blessings for every other one complaint, and the relationship will deteriorate. And if the relationship is a marriage, it will most likely end in divorce. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ റിലേഷൻസ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഓക്കെ, ദിസ് ഇസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. നല്ല ക്ലോസ് റിലേഷൻസ്, ബോണ്ടിങ്, നല്ല ഫ്രണ്ട്ഷിപ്സ് ഉള്ളവർ
യൂഷ്വലി എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരമായ ഒരു വ്യക്തിയായിരിക്കും. അതല്ലാതെ തന്നെ നമ്മൾ ആരെങ്കിലും കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറയുകയാണെന്ന് വിചാരിച്ചു, ഓക്കെ, അത് പറയാൻ മാത്രമല്ല, ഈവൻ തോട്ട്സ്, ഓക്കെ, തോട്ട്സ് ആർ വെരി പവർഫുൾ. നമ്മൾ ഒരാളെക്കുറിച്ച്, നമ്മുടെ ബോസിനെ കുറിച്ച് ഇങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ, ഓക്കെ, എന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ. അപ്പോൾ എപ്പോഴും ആ ബോസ് നമ്മളെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ തോട്ട്സിൽ കൂടെ ആ സിഗ്നൽ, ഓക്കെ, അവർക്ക് പകർന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ബ്രിഡ്ജ് നെഗറ്റിവിറ്റിയുടെ ബ്രിഡ്ജാണ്. അപ്പോൾ എപ്പോഴും ആ ബോസിന് നമ്മളെ കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം നമ്മൾ അത്രത്തോളം അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടും കംപ്ലയിൻറ്റ് ചെയ്തിട്ടും നമ്മുടെ മനസ്സിൽ, ഓക്കെ, പുറത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലെ അത് നമുക്ക് നെഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഫക്റ്റ്, ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കുറിച്ച് ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്, നിങ്ങളുടെ പേരൻസോ, നിങ്ങളുടെ പാർട്ട്ണർ, ഓക്കെ, നിങ്ങളുടെ സ്പൗസ്, ആരെങ്കിലും ആയിക്കോട്ടെ, അവരെക്കുറിച്ച് നിങ്ങൾക്ക് ആ റിലേഷൻ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കംപ്ലയിൻറ്റ് നിങ്ങൾ പറഞ്ഞതിനും 10 ബ്ലെസ്സിങ്സ്, ഓക്കെ, 10 പോസിറ്റീവ് പോയിൻറ്റ്സ് പറയുക. ഓക്കെ, ഒന്നുമില്ലെങ്കിലും ഞാൻ ജോലിയിൽ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് ഈ ബോസ് അല്ലെങ്കിൽ മാനേജർ തന്നെയാണല്ലോ എന്നെ ഗൈഡ് ചെയ്തത്. ഓക്കെ, അന്ന് സുഖമില്ല, ലീവ് വേണം പറഞ്ഞപ്പോൾ ലീവ് സാങ്ഷൻ ചെയ്തത്. ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് പോസിറ്റീവ്സ് പറയാൻ തുടങ്ങുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും, ഓക്കെ, അപ്പോൾ ഒന്നും നല്ലതില്ല എന്ന് ചിലവർ പറഞ്ഞു നടക്കുന്നവരുണ്ട് ഹസ്ബൻഡ്സിൽ. ഓക്കെ, ഹസ്ബൻഡ് ചിലപ്പോൾ നന്നായി ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, എപ്പോഴും നമുക്ക് പാർക്കിംഗ് ലോട്ടിൽ ഒരു പ്രശ്നം വരാറില്ല. നിങ്ങൾ വണ്ടി നന്നായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും പച്ചക്കറി വാങ്ങി വന്ന ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സാധനങ്ങൾ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെങ്കിലും, ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ്ലി ഭയങ്കര ഫ്രണ്ട്ലി റിലേഷൻ ആയിരിക്കില്ല. പക്ഷേ ദ മൊമെൻറ്റ് നിങ്ങൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവർക്ക് വേണ്ടി പറയുന്നു, മെല്ലെ നിങ്ങൾ ചേഞ്ചസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് തോട്ട്സാണ്, പോസിറ്റീവ് സിഗ്നൽസാണ് അവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്, ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയാം. നമ്മൾ ഏത് റിലേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്യാനുള്ളത്, ഓക്കെ, ഹീൽ ചെയ്യാനുള്ളത്, അവരെക്കുറിച്ച് നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങാം. ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരെക്കുറിച്ച് കുറ്റം പറയലും കംപ്ലയിൻറ്റ് പറയലും ക്രിട്ടിസൈസും ചെയ്യണതും ഒക്കെ, അതൊക്കെ ഇത്തിരി മാറ്റി വയ്ക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും കറക്റ്റ് ആയില്ലല്ലോ. നിങ്ങൾക്ക് ഒരിക്കലും വേറൊരു വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലേ? കുട്ടികളാണെങ്കിലും ശരി, ഓക്കെ, അവരടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് പോസിറ്റീവ് ബ്ലെസ്സിങ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ കളിച്ചിട്ടുണ്ട്, ഞാൻ എത്ര നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാർക്കിൽ പോവുമായിരുന്നു, നമ്മൾ ബോൾ കളിക്കുമായിരുന്നു, അങ്ങനെ നല്ല കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് അതിന് നന്ദി പറയുക. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് മേക്സ് റിലേഷൻഷിപ്സ് ഫ്ലറിഷ്. As you increase your gratitude for any relationship, you will magically receive an abundance of happiness and good things in that relationship. And gratitude for your relationship doesn't change only your relationships, it also changes you. No matter what your temperament is now, gratitude will give you more patience, understanding, compassion, kindness, to the point where you won't even recognize yourself. The little irritations you once felt and the complaints you had in your relationships will disappear. Because when you're truly grateful for another person, there's nothing you want to change about that person. You won't criticize, complain, or blame them because you're too busy being grateful for the good things about them. In fact, you won't even be able to see the things you used to complain about. Okay? We can only be said to be alive in those moments when our hearts are conscious of our treasures. ഒരു റൈറ്റർ എഴുതിയതാണ്. അപ്പോൾ വേർഡ്സ് ആർ പവർഫുൾ. So when you complain about any person, you actually harm your life. It's your life that will suffer. By the law of attraction, whatever you think or say about another person, you bring to you. This is the very reason why the greatest minds and teachers of the world have told us to be grateful. They knew that for you to receive more in your life, for your life to magically increase, you have to be grateful for others just as they are. What if every person close to you said, I love you just the way you are? ഹൗ വുഡ് യു ഫീൽ? അപ്പം നമ്മളെ ആരെങ്കിലും മാറ്റാൻ വരുമ്പോൾ നമുക്കത് ഇഷ്ടമാവുമോ? നമ്മൾ ചില കാര്യങ്ങൾ, ഓക്കെ, നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നീ എങ്ങനെ വേണം ചെയ്യാൻ, അങ്ങനെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ക്ലോസ്? കാരണം ദേ ഹാവ് ടോട്ടലി ആക്സെപ്റ്റഡ് ആസ് വി ആർ, അല്ലേ?
നമ്മളെങ്ങനെയാണോ അതേപോലെ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിലൊന്നും മാറ്റാൻ നോക്കാറില്ല. ചിലപ്പോൾ വല്ല അഭിപ്രായം പറയുമായിരിക്കും. ഓക്കെ. അതല്ലാതെ അവർ കോൺഷ്യസ്ലി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, നീ അത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം. അത് യൂഷ്വലി നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ് അങ്ങനെ പറയുക, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും നിങ്ങൾ കാണുന്നവരൊക്കെ പറയണു, നീ മാറണ്ട കേട്ടോ, ഐ ലൈക്ക് ദ വേ യു ആർ, നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരുന്നാൽ മതി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ടോ? അപ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ട, അതൊരിക്കലും നടക്കില്ല. എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷനിൽ ഒരു 5-6 കൊല്ലം നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാൻ പറ്റിയില്ലെങ്കിൽ വിട്ട് കളയുക. ഇനി അതിനെക്കുറിച്ച് പറയണ്ട. ഇനി നിങ്ങൾ പോസിറ്റീവിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതാണ് റിലേഷൻഷിപ്സിൽ സമാധാനം, സന്തോഷം വരുത്താനുള്ള ഏക ഒരു ട്രിക്ക്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രമല്ല ഹീൽ ചെയ്യണത്, യു ആസ് എ പേഴ്സൺ സ്റ്റാർട്ട് ടു ചേഞ്ച് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ പോസിറ്റീവ് കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കംപ്ലയിനും ക്രിറ്റിസിസം ബ്ലെയിം ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ കൈൻഡ് ആവും, നിങ്ങൾ കൂടുതൽ കമ്പാഷനറ്റ് ആവും, കൂടുതൽ ഹെൽപ്പിംഗ് ആവും. അപ്പോൾ നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ റിലേഷൻഷിപ്പിലുള്ള പോസിറ്റിവിറ്റി മാത്രമല്ല. ഓക്കെ, അപ്പോൾ വേർഡ്സ് ആർ വെരി പവർഫുൾ, തോട്ട്സ് ആർ ഓൾസോ പവർഫുൾ. നമ്മൾ പറയുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നതും കൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവർക്ക് സിഗ്നലായിട്ട് പോകും. ഓക്കെ, അപ്പോൾ വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ ബോസിനെ കുറിച്ച് ഇനി നല്ലത് പറയാൻ തുടങ്ങുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് ഡിഫറൻസ് ആണെന്ന് നിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ ടുഡേസ് മാജിക്കൽ പ്രാക്ടീസ് ഇസ് ബീങ് ഗ്രേറ്റ്ഫുൾ ഫോർ പീപ്പിൾ ജസ്റ്റ് ആസ് ദേ ആർ. Even if all of your relationships are currently good, they will increase with more magnificence through this practice. And with everything you find to be grateful for in each person, you will see gratitude, okay, performing its breathtaking magic. Your relationships will be stronger, enriching, more fulfilling than you ever thought they could be. അപ്പോൾ choose 3 of your closest relation to be grateful for. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിലേഷൻസ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ പേരൻസ് ആവാം, നിങ്ങളുടെ സ്പൗസ്, ഓക്കെ, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ ബോസ്. ഓക്കെ, അവരെ എടുക്കുക. യു മൈ ചൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, യുവർ ഗ്രാൻഡ് മദർ, അങ്കിൾ. യു ക്യാൻ ചൂസ് എനി 3 റിലേഷൻഷിപ്പ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു യു, ആസ് ലോങ് ആസ് യു ഹാവ് എ ഫോട്ടോഗ്രാഫി ഓഫ് ഈച്ച് പേഴ്സൺ. അപ്പോൾ ഇന്നത്തെ മൊബൈലുള്ള കാലമായതുകൊണ്ട് നമുക്ക് മൊബൈലിൽ ഈസിലി ഒരു ഫോട്ടോ, പക്ഷേ ഇൻഡിവിജ്വൽ ഫോട്ടോ ആവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഗ്രൂപ്പ് ഫോട്ടോ അല്ല. മേ ബി നിങ്ങളും ആ വ്യക്തിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആവാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ അമ്മയോ ആരെങ്കിലും ആവാം. പക്ഷേ ഒരുപാട് ആൾക്കാർ ഒരു ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് അതൊന്നല്ല എടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് കോപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഓതർ അതാണ് പറയുന്നത്. ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം നിങ്ങളുടെ ആ വ്യക്തിയുടെ. ഓക്കെ, വൺസ് യു ഹാവ് സെലക്ടഡ് യുവർ 3 relationships and the photograph, you're ready to set the magic in motion. Sit down and think about the things you're most grateful for about each person. What are the things you love most about this person? What are their best qualities? You could be grateful for their patience, ability to listen, talent, strength, sense of humor, laugh, wisdom, kindness. You could be grateful for the things you enjoy doing with this person. Okay, how they have supported you. After you have spent some time thinking about what you're grateful for about the person, put their photograph in front of you and with a pen and notebook or on your computer, choose the 5 things you're most grateful for. Look at the photograph of the person. As you make your list of 5 things, begin each sentence with the magical words thank you. Address the person by their name and then write what you're grateful for. Thank you, their name, for what. Okay, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, താങ്ക് യു അമ്മ ഫോർ ദ കെയർ you have given me, for the love you have given me. You brought for the upbringing. You have brought me as a very nice individual. Okay, thank you mom for supporting me through college. Okay, thank you Acha for paying my college fees. എന്ത് വേണമെങ്കിലും ആവാം. When you've finished your list for all 3 people, continue with this magical practice by taking the photographs with you today and put them in a place where you will see them often. Whenever you look at the photograph today, thank the person by saying magic words thank you and the person's name. If you're moving around a lot, carry the photographs with you in your bag or pocket. Make an effort to look at the photograph 3 times during the day following the same procedure. Okay?
Now you have to, you know how to use gratitude's magical power to transform your relation into the magical relationships. അപ്പോൾ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഈവൻ ഓക്കെ, സീക്രട്ട് ബുക്കിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ലേറ്റർ ഓൺ ഡിവോഴ്സ് വരെ എത്തി നിൽക്കുന്ന റിലേഷൻസ് വരെ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഹീലായിട്ടുണ്ട്. അവർ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ 3 ആൾക്കാരുടെ, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ആൾക്കാരുടെ ചൂസ് ചെയ്യുക, അവരുടെ ഫോട്ടോ എടുക്കാം. എന്നിട്ട് അവരുടെ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ താങ്ക് യു പറയുക. എന്നിട്ട് അവരെക്കുറിച്ച് നല്ല 5 പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുക. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ, താങ്ക് യു ദ വേ യു ഹാവ് സപ്പോർട്ടഡ് മീ വെൻ ഐ വാസ് സാഡ്. ഓക്കെ, അങ്ങനെ റീസൺ എഴുതണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡെസ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഫോട്ടോ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൻ്റെ ഉള്ളിൽ ആ ഫോട്ടോ വയ്ക്കുക. ദിവസത്തിൽ 3 പ്രാവശ്യം എങ്കിലും നിങ്ങൾ അവരെ നോക്കി താങ്ക് യു പറഞ്ഞിരിക്കണം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ അവരുടെ ഫോട്ടോ നോക്കിയിട്ട് താങ്ക് യു പറയുക. അപ്പോൾ ഈ ആക്ടിവിറ്റി ആദ്യം ഞാൻ വായിച്ചപ്പോൾ പണ്ടത്തെ മൂവീസിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഫോട്ടോ നോക്കി ഭയങ്കര സംസാരമായിരിക്കും. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവർ വേറെ എവിടെയും പോയിരിക്കും, ഭയങ്കര ഫോട്ടോ നോക്കി പാട്ട് പാടും, ഫോട്ടോ നോക്കി സംസാരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് എന്താണ് ഈ ചെയ്യുന്നത്, ഭയങ്കര ബോറല്ലേ, ക്രിഞ്ചല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഫോട്ടോയിൽ കൂടുതൽ നമ്മുടെ പോസിറ്റീവ് സിഗ്നൽസാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഫോട്ടോ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ അവർക്ക് എന്തോ ഒരു ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് വരും. ഓക്കെ, പിന്നെ നമ്മളെ കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും നമ്മളത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാവരും ദയവായിട്ടൊന്ന് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫീലിംഗ് ഇത് കഴിഞ്ഞിട്ട്. അപ്പം ഒരു ദിവസം കൊണ്ട് ഇത് ചിലപ്പോൾ ഹീലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച എങ്കിലും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം. സമയമെടുത്ത് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ ചിലപ്പോൾ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും, റീൽസ് കാണാനും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെ ട്രാൻസ്ഫോം ചെയ്യാനും നല്ല റിസൾട്ട് കാണാനും വേണ്ടി നിങ്ങൾ കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കുക. 10 to 15 minutes. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുക, മനസ്സിലാക്കുക, അതിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മാത്രമല്ല, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ സ്കാൻ ചെയ്യുക ദിവസത്തിൽ നടന്ന നല്ല കാര്യങ്ങളെല്ലാം, എന്നിട്ട് ഒരു കാര്യം പിക്ക് ചെയ്തിട്ട് അതിന് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റിയാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം 1 മാസം കൊണ്ട് എങ്ങനെ മാറി മറിയുന്നറിയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരും നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തോടും സന്തോഷത്തോടും ആയിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. കാരണം നിങ്ങളുടെ പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ ഓറ. ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു സ്ട്രോങ് ബീയിങ് ആവുകയാണ്. ഓക്കെ, അല്ലാതെ എപ്പോഴും കുറ്റം പറഞ്ഞ് ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ഇരിക്കുകയല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷം ഇട്ട പോലെ ഒരു എങ്ങനെ സ്ട്രെസ്സ് മാറ്റാം, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എങ്ങനെ ആങ്കർ മാനേജ് ചെയ്യാം എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇടാം. അതിനാണ് കൂടുതൽ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം മുന്നേ മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല, ആങ്കറും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് എല്ലാം എവറിത്തിങ് വിൽ ഫോൾ ഇൻ പ്ലേസ്. അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ആദ്യം ക്ലിയർ ആക്കണം, വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഈ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ആൻഡ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു. ബൈ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.